ഞാൻ ഇന്ന് ഒരു ലേഹ്യമാണ് കാണിക്കുന്നത്. ഈന്തപ്പഴം ലേഹ്യം. ഉന്മേഷം ഉണ്ടാകാനും രക്തം ഉണ്ടാകാനും ഒക്കെ വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക്. 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് ഇത് കൊടുക്കേണ്ടത്. അത് 1 ടീസ്പൂൺ വീതം 2 നേരവും ആഹാരത്തിന് ശേഷമാണ് കൊടുക്കേണ്ടത്. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ഈന്തപ്പഴം 1-2 പ്രാവശ്യം കഴുകി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തെ കുരു കളഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഇത് വേവിച്ചെടുക്കാനുള്ളതാണ്. 100 ഗ്രാം കാഷ്യൂനട്ട്, 50 ഗ്രാം നിലക്കടല, ഇത് തൊലി കളഞ്ഞ കടലയാണ്. 100 ഗ്രാം ബദാം ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്, ഇനി ഇതിൻ്റെ തൊലി പൊളിച്ച് കളയാനുള്ളതാണ്. 200 ഗ്രാം ചക്കര, ഇത് കരിപ്പെട്ടി ചക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പനഞ്ചക്കര. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ ഇതിന് പകരം ശർക്കര ചേർക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, 3/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ചൂടാക്കി പൊടിച്ചത്. നെയ്യ് അതിൻ്റെ അളവ് ഞാൻ ഒഴിക്കുമ്പം പറയാം. തേങ്ങയുടെ 2-ാം പാല്, 1-ാം പാല്. ഒരു വലിയ തേങ്ങയിൽ നിന്ന് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത 3/4 കപ്പ് 1-ാം പാല്, നല്ല കുറുകിയ പാല്. 2.5 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത 2-ാം പാല്. പിന്നെ ശർക്കര ഒഴിക്കാൻ കുറച്ച് വെള്ളം. Cook with Sophie, sharing 40 years experience. ആദ്യം നമുക്ക് ഈ ചക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അതിന് ഞാനൊരു പാത്രത്തിലേക്ക് ഇടുവാണ്. അതിലേക്ക് ഈ ചായക്കപ്പിന് 1/4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. തീയൊന്ന് കൂട്ടിക്കൊടുക്കുക. നമുക്ക് ഈന്തപ്പഴം ഒന്ന് വേവിച്ചെടുക്കാം. ഇത് 2-ാം പാലിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനൊരു കുക്കറിലേക്ക് മാറ്റാം. ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ മാത്രമേ അതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളൂ, ബാക്കി നമുക്ക് വീണ്ടും ചേർക്കാനുള്ളതാണ്. മാറ്റി വെക്കാം. ഇതൊരു 3 വിസിൽ കേൾക്കണം. 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും. ബദാം ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് നന്നായിട്ട് തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ആയതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട്, കടല, ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഇങ്ങനെ കടിക്കാൻ കിടക്കേണ്ട, നന്നായിട്ട് പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് ബദാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ബദാം നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇത് 3 വിസിൽ കേട്ട് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ടിരുന്നതാണ്. ഇപ്പം ഇതിൻ്റെ പ്രഷറൊക്കെ പോയി. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടില്ല, പക്ഷേ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിത് 3 വിസിൽ കേൾപ്പിച്ചത് കൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി 1 വിസിലൊക്കെ കേൾപ്പിക്കുന്നുള്ളെങ്കിൽ ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഓട്ടുരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം കട്ടിയുള്ള നല്ല ഇരുമ്പ് ചട്ടി എടുത്താലും മതി. കട്ടി കുറഞ്ഞ ചട്ടി ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അടിക്ക് പിടിക്കും. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ഇടയ്ക്ക് കുറച്ച് നെയ്യും കൂടെ ആവശ്യമുണ്ട്. നെയ്യ് നല്ലവണ്ണം ഉരുകിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യമേ ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ച് വെച്ച് വേണം മൂപ്പിച്ചെടുക്കാൻ. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈന്തപ്പഴം ഉടച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉരുക്കിയ ചക്കര ഒന്ന് അരിച്ചു ചേർക്കാം. ഈന്തപ്പഴത്തിന് മധുരമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചക്കര എടുത്തിരിക്കുന്നത്. ഈന്തപ്പഴവും ചക്കരയും കൂടെ ചേർന്നെങ്കിൽ അതിൻ്റെ ഒരു ഔഷധ ഗുണം ശരിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനകത്ത് കുറച്ച് ചക്കര ചേർത്തത്. ചക്കരയ്ക്ക് പകരം ശർക്കര ആയാലും മതി, ഏറ്റവും നല്ലത് ചക്കരയാണ്. ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം.
ഇപ്പോഴും തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. തീ കൂട്ടി വെച്ച് ഇങ്ങനെ യോജിപ്പിക്കുമ്പം ചിലപ്പോൾ ഇത് തെറിച്ച് ദേഹത്തോട്ടം കയ്യിലേക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. നെയ്യും മഞ്ഞൾപ്പൊടിയും ചക്കരപ്പാനിയും കൂടെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന രണ്ടാം പാല് അതും നന്നായിട്ട് യോജിപ്പിച്ചിട്ട് തീ ഒന്ന് കൂട്ടി വെക്കാവുള്ളത്. നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇതൊന്ന് ശരിക്ക് തിളച്ച് വരണം. ഇത് കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഉരുളിയാണെങ്കിലും ചിലപ്പം അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഇതുപോലെ ഇളക്കി ചെല്ലണം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ കയ്യിലേക്ക് വീഴും. അതുകൊണ്ട് ഇനി ഇത് തീ മീഡിയമോ അതിൽ കുറച്ചോ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പം കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കടലയും ബദാമും ചേർക്കാം. ഇപ്പം ഞാൻ തീരെ കുറച്ച് വെച്ചേക്കുവാണ്. ബദാം, ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഈ ലേഹ്യം വളരുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്ക് വളരെ നല്ലതാണ്. രക്തക്കുറവുള്ള പിള്ളേർക്കും ക്ഷീണമൊക്കെ ഉള്ള പിള്ളേർക്കും ഒക്കെ ഈ ലേഹ്യം ഉണ്ടാക്കി കൊടുക്കണം. ഇത് ഏറ്റവും നല്ലതാണ്. വലിയവർക്കായാലും രക്തക്കുറവുള്ളവർക്കൊക്കെ കഴിക്കാം. ഇതിനകത്ത് ഞാൻ 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുവാണ്. നെയ്യ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. സൈഡിലെല്ലാം ഇരിക്കുന്നത് ഇതുപോലെ ഇങ്ങോട്ട് എടുത്തിടണം. ടീനേജ് പെൺകുട്ടികൾക്കും എല്ലാം ഇത് നല്ലതാണ്. ഈ ആദ്യമായിട്ട് മെൻസസ് ആകുന്ന കുട്ടികൾക്ക് ഇത് ക്ഷീണം കൂടും. അവർക്കും ഏറ്റവും നല്ലതാണ് ഈ ലേഹ്യം കൊടുക്കുന്നത്. ക്ഷീണവും മാറി നല്ല ഉന്മേഷം ഉണ്ടാകും. തീ ഒരല്പം കൂട്ടി കൊടുക്കാം. ഇതിലേക്ക് ചുക്കുപൊടിയും ജീരകപ്പൊടിയും കൂടെ ചേർക്കാം. ചുക്കുപൊടി, ജീരകപ്പൊടി. ഇത് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ജീരകം ചൂടാക്കി പൊടിച്ചതാണ്. ഒന്നുകിൽ വെയിലത്ത് വെച്ച് നല്ലവണ്ണം ചൂടാക്കുക, അല്ലെങ്കിൽ ഉണങ്ങിയ പാത്രത്തിൽ ഡ്രൈ ആക്കി നമ്മൾ പൊടിക്കുകയല്ലേ, അതുപോലെ തന്നെ പൊടിച്ചെടുക്കുക. ചൂടാക്കാതെ പൊടിക്കരുത്. ഇനി ഇതിലേക്ക് 1-ാം പാല് ചേർക്കാം. തീ ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കയ്യിലേക്ക് ഇത് തെറിച്ച് വരും. ഈ 1-ാം പാല് ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് വരണം. ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് കുറച്ചുകൂടെ വെള്ളം പറ്റാനുണ്ട്. ഇപ്പോഴും തിളയ്ക്കുന്നത് പോലെ കണ്ടില്ലേ, അതുകൊണ്ട് ഇത് ചെറുതീയിലിട്ടാൽ മതി. ഇനി ഇപ്പം ഇത് ഏകദേശമായി വരുന്ന ഇതിൻ്റെ പാകമെന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ വടിക്കുമ്പം പതുക്കെ വന്ന് കൂടാവുള്ളൂ. അടി നല്ലവണ്ണം തെളിഞ്ഞും വരണം. ഇത് കണ്ടോ ഇങ്ങനെ. ഇനി ഈ പാത്രത്തിലിരുന്ന് തന്നെ ഒരു പാത്രപാകമാകുക എന്ന് പറയും, അങ്ങനെയും കൂടെ വരാനുണ്ട്. അതുകൊണ്ട് അല്പം കൂടെ ഇത് മുറുകി കിട്ടും. ഇത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം ഇത് പാകമായി. അല്പസമയം കൂടെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉരുളി ആയതുകൊണ്ട് നല്ല ചൂടുള്ളതാണ്. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. നമ്മുടെ ഈന്തപ്പഴം ലേഹ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിക്കാം. ഞാനിത് ഒരു ചില്ല് കുപ്പിയിലാണ് സൂക്ഷിക്കുന്നത്. കുപ്പി നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം.
എടുക്കുന്ന സ്പൂണിന് ഒട്ടും വെള്ളമയം കാണരുത്. എന്നെങ്കിലേ ഇത് ഫ്രിഡ്ജിൽ വെച്ചാലും കൂടുതൽ ദിവസങ്ങൾ ഇരിക്കുള്ളൂ. ഇത് ഒരാഴ്ച നമുക്ക് പുറത്ത് വെക്കാം. അത് കഴിയുമ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. യാതൊരുവിധ പ്രിസർവേറ്റീവ്സും നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഒരാഴ്ചയിൽ കൂടുതൽ വെളിയിലിരിക്കലാത്തത്. 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കാം. രാവിലെയും വൈകുന്നേരവും ഓരോ ടീസ്പൂൺ വീതം കൊടുക്കണം ആഹാരത്തിന് ശേഷം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.